സോ ഹലോ ഗായ്സ്, ഐ ആം സുരസേട്ടൻ. ഗൈസ്, ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ, തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ. അത് തന്നെ ബി2ഡിയും വാക്സും തമ്മിലുള്ള സംഭവം. പക്ഷേ വാക്സ് ഇതിനകത്ത് ഒന്നിനും പോകുന്നില്ല, മിണ്ടായിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ബി2ഡി അണ്ണൻ ചൊറിങ്ങിക്കൊണ്ട് വരികയാണ്. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പുള്ളിക്കാരൻ്റെ ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഗീസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരൻ എന്തോ കമൻറ്റ് വാക്സിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ വാക്സിനിട്ട് താങ്ങി പറയുന്നുണ്ട്. ഗീസ് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ വീഡിയോക്ക് പോകുന്നതിന് നിങ്ങൾ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് തന്നെ കൂട്ടുകാർക്കുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ഈ വീഡിയോക്ക് ലൈക്കും കൂടെ അടിച്ചേക്കുക. അന്നേരം നമ്മുടെ വാക്സ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയ്ക്ക് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബി2ഡി ഗെയിമിംഗ് പുള്ളിക്കാരനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് ആ ഒരു വീഡിയോ പകുതി മുക്കാ പേരും കണ്ട് കാണുമല്ലോ. കണ്ട് കാണാൻ ചാൻസ് കൂടുതലാണെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇത് ഇവിടെ കാണിച്ചു തരാം. നന്ദു KL 58 ₹20 സൂപ്പർ ചാറ്റ് ചെയ്യടാ. ഇതൊക്കെ വാക്സിനായിട്ട് പോയി കൊണ്ടുപോയി ചെയ്യടാ. അവനൊക്കെയാണ് പൈസക്ക് ദാരിദ്ര്യം. ഇത് കണ്ടോ, ഇതിനകത്ത് ബി2ഡി പറയുന്നത്, ബി2ഡി ആണെങ്കിൽ ലൈവ് വെച്ച് ഒരു സബ്സ്ക്രൈബർ പുള്ളിക്കാരനെ സൂപ്പർ ചാറ്റ് ചെയ്തായിരുന്നു. ആ ഒരു സൂപ്പർ ചാറ്റ് ചെയ്ത് സബ്സ്ക്രൈബറിനോട് പുള്ളിക്കാരൻ പറയുകയാണ് ആ ഒരു പൈസ, ആ ഒരു സൂപ്പർ ചാറ്റ് നമ്മുടെ വാക്സിന് കൊടുക്കുക, വാക്സിനാണ് പൈസയ്ക്ക് ആവശ്യം എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ അവിടെ പറയുന്നത്. ബി2ഡി പറഞ്ഞത് വളരെയധികം മോശമാണ്, അങ്ങനെ പറയാനേ പാടില്ല. ബ്രോ, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. ബ്രോയ്ക്ക് നല്ല രീതിക്ക് പൈസയുണ്ട്. കാരണം പുള്ളിക്കാരൻ ബ്രോ ആണെങ്കിൽ നല്ല രീതിക്കാണെങ്കിൽ ഗെയിമിൽ പൈസ പൊട്ടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പിന്നിങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അത് സമ്മതിച്ചു ബ്രോ. പക്ഷേ ഒരാളെ താഴ്ത്തിക്കൊണ്ട്, അതായത് പൈസയുടെ പേര് പറഞ്ഞ് താഴ്ത്തിക്കൊണ്ട് അങ്ങനൊന്നും പറയരുത്. കാരണം അവർക്ക് എന്തുമാത്രം ഹേർട്ടാവുമെന്ന് ബ്രോയ്ക്ക് മനസ്സിലാവത്തില്ല. കാരണം ബ്രോ ജനിച്ചപ്പോൾ മുതൽ പൈസ കണ്ടായിരിക്കും വളർന്നത്. അത് കാരണം ബ്രോയ്ക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണെന്നല്ല, ഒട്ടും ബ്രോയ്ക്ക് മനസ്സിലാകത്തില്ല. കാരണം ബ്രോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചെങ്കിൽ ബ്രോ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ലായിരുന്നു. അതെന്തായാലും അറിയാം. കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചവരാരും ഇങ്ങനെയൊന്നും പറയത്തില്ല. കാരണം അവർക്ക് നല്ല രീതിക്ക് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് വളർന്നവരൊക്കെയാണ്. അത് കാരണം ഒട്ടും മനസ്സിലാകത്തില്ല ബ്രോയ്ക്ക്. ബ്രോ ഇങ്ങനെ പണ്ട് മുതലേ നല്ല റിച്ച് ഫാമിലി ജനിച്ച് അങ്ങനെയുള്ളൊരിതായതുകൊണ്ടാണ് ബ്രോയ്ക്ക് അത് മനസ്സിലാകാത്തത്. കാരണം ബ്രോ ഇങ്ങനെ പൈസ ഇല്ല, പൈസയുടെ ബുദ്ധിമുട്ട് ഇറങ്ങി ജീവിക്കുമായിരുന്നെങ്കിൽ ബ്രോ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. എന്തായാലും വാക്സിന് അത് നല്ല രീതിക്ക് കൊണ്ടിട്ടുണ്ട്. കാരണം അത് ആർക്കാണെങ്കിലും നല്ല രീതിക്ക് കൊള്ളൂ അങ്ങനെ പറയുമ്പോഴത്തേക്കിന്. ബ്രോ അത് പറഞ്ഞത് വളരെ മോശമാണ്. നമ്മുടെ വാക്സ് അത് പറയുന്നതിൻ്റെ ബാക്കി ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതെ, എനിക്ക് ഓരോ 20 രൂപയും വിലപ്പെട്ടത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇന്നെ വാസ്തുപ്രസാദമായിട്ടായിരിക്കും അറിയാം. പക്ഷേ ഇതിന്റെ ബാക്കിൽ ഷെമിൽ, അതായത് ഇതിന്റെ പേര് ഷെമിൽ എന്നാണ്, ഇതിന്റെ ബാക്കിൽ ഷെമിൽ എന്നുള്ളൊരു സാധാരണക്കാരനുണ്ട്. സോ ആർക്കും ഇതിന് പുറമെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ അറിയില്ല, ഏത് രീതിക്കാ ജീവിതം പോയിക്കൊണ്ടിരിക്കണമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറയട്ടെ, പൈസന്റെ പേരിൽ ഞാൻ ആദ്യമായിട്ടല്ല അങ്ങനെ കളിയാക്കപ്പെടുന്നു. ഇതിന് മുന്നിൽ പല പ്രാവശ്യം പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പല ആൾക്കാരും കളിയാക്കിയിട്ടുണ്ട്. ഈവൻ പല ആൾക്കാർക്ക് അറിയണ്ട, ഞാൻ ഫുട്ബോളറായിരുന്നു, സ്പെയിനിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഫണ്ടിന്റെ ആവശ്യം വന്നിരുന്നു. ആ ടൈമിൽ പോലും എന്നെ പൈസന്റെ പേരും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കളിയാക്കിയിരുന്നു. പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഞാൻ ഈ ഒരു രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്നെ പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ബാക്കിൽ നിൽക്കുന്ന PC ആയിക്കോട്ടെ, ഈ കയ്യിലിരിക്കുന്ന ഫോൺ ആയിക്കോട്ടെ, പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഈവൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ഫോളോവേഴ്സ് ആയിക്കോട്ടെ, വരെ പോയി ഞാൻ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഓരോരുത്തരും സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് എന്നല്ല ഞാൻ പറയല്, ഈവൻ ലൈവിൽ പോയി ഞാൻ പറയല് ഓരോരുത്തരും നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണ്, ബ്രദേഴ്സ് ആണ്. ആ രീതിക്കാണ് ഒരു ഇന്ന ട്രീറ്റ് ചെയ്ത് ഞാൻ ഓരോ ട്രീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോ ആളെ കണ്ടാൽ മനസ്സിലാണ്ടോ, ആൾക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്, ആൾക്കൊരു മോനുണ്ട്. സോ ഒരു പ്രായത്തിന്റെ ഒരു റെസ്പെക്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറെ അധികം ഒന്നും പറയാത്തത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇത്ര പ്രായമുള്ള ഒരാളെ വായിന്ന് വരേണ്ട വർത്താനല്ലത് ഒരിക്കലും. കാരണം അതിനുള്ള പക്വത എല്ലാ ആള് കാണിക്കണത്. ഒരാളെയും പൈസന്റെ പേരിലോ ദാരിദ്ര്യത്തിന്റെ പേരിലോ കളിയാക്കണത് അത്ര നല്ല കാര്യമല്ല. അത് റിയൽ ആയിട്ട് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. മേ ബി ആളത് അനുഭവിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ ചെറുപ്പം മുതൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനായിക്കോട്ടെ അറിഞ്ഞുകൊണ്ട് അറിയാതെ പോലെ ആരെയും ദ്രോഹിക്കാൻ ശ്രമിക്കലില്ല, വിഷമിക്കാൻ ശ്രമിക്കില്ല. പക്ഷെ എങ്ങനെ ഇരുന്നാൽ പോലും എന്ത് നല്ല കാര്യം ചെയ്താലും നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ കുറ്റമാനം കുറച്ച് ആൾക്കാർ വരും. പക്ഷെ ഈവൻ എന്നിട്ട് പോലും ഞാൻ അവരോട് കൈൻ്റെ ആയിട്ടും ഇതായിട്ടും മാത്രമേ നിന്നിട്ടുള്ളൂ. അതിന് എനിക്ക് ഫലമായിട്ട് കിട്ടിയതാ ഇങ്ങനെ കുറച്ച് കുത്തുവാക്കുകളും കളിയാക്കലുകളും മാത്രമാണ്. ഇപ്പൊ ഇന്റെ ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയ റിച്ച് അല്ല, ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതേപോലെ തന്നെ ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഡാഡി മരിച്ചു. സോ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിട്ട് ഞാൻ ഒറ്റക്കൊരുത്തം മാത്രമാണ്. എനിക്ക് ഈ വാസ്തുപ്പിൾസ് എന്നല്ലാതെ അതിന്റെ ബാക്കിലൊരു മുഖം കൂടി ഉണ്ട്, ഷെമിൽ എന്നുള്ളൊരു മുഖം കൂടി ഉണ്ട്. സോ ഓരോ ആൾക്കാരും പൈസന്റെ പേരിലോ ദാരിദ്ര്യത്തിന്റെ പേരിലോ കളിയാക്കുമ്പോൾ ആലോചിക്കുക, ഇതിന്റെ ബാക്കിൽ ഓൽക്കൊരു ജീവിതമുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ മേ ബി നിങ്ങൾ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ, ബാക്കിയുള്ള സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് ഫണ്ടിനെങ്കിലും കളിയാക്കും. പക്ഷെ അതൊരിക്കലും ഫണ്ട് ബേസ്ഡ് കാര്യമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക.
അതായത് ഓരോ 10 രൂപയ്ക്കോട്ടോ ഒരു 20 രൂപയ്ക്കോട്ടോ ഓരോ രൂപക്കും അത് ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടുണ്ട്. എന്റെ ഡാഡി കഷ്ടപ്പെട്ട് ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ കണ്ടു വളർന്ന ഒരുത്തനാണ്. സോ എനിക്ക് അതിന്റെ വില നന്നായിട്ട് അറിയാം. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ, പ്രായത്തിന്റെ പക്വത കാണിക്കുക. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, ഇന്നിത് ഒരാള് പറഞ്ഞു നിങ്ങളിത് കണ്ട് നാളെ മറക്കും. പക്ഷെ പല ആൾക്കാർക്കും ഇതെന്ന് പറഞ്ഞ മൈൻഡിലോ ഹാർട്ടിലോ സ്റ്റെക്കായിട്ട് നിൽക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സീരിയസ്ലി ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ പോലും അതെനിക്ക് എത്രത്തോളം കൊണ്ടിട്ടാവും നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. പക്ഷെ ഞാൻ പറയില്ല, ഏതൊരു അവസ്ഥയിലും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മാത്രമാണ്. സോ താങ്ക്സ് സോ മച്ച്. അന്നേരം B2D ബ്രോ ഇതൊക്കെ ഒന്ന് അറിയണം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അന്നേരം ഗീസ് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് താഴെ ഒന്ന് കമന്റ് ചെയ്ത് ചേക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ഒക്കെയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.